മഹാഭാരതത്തിലെ ഭീമന്റെ ഇതിഹാസഗതയുടെ പേരിൽ അറിയപ്പെടുന്ന തവസ്യ ഇനി ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമാണ്. കഴിഞ്ഞ ദിവസം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രൊജക്ട് 1135.6 അഡീഷണൽ ഫോളോ ഓൺ ഷിപ്സിലെ രണ്ടാമത്തെ ഫ്രീഗേറ്റായ തവസ്യ നീറ്റിലിറക്കിയതോടെ തന്നെ ഇന്ത്യൻ നാവികസേന ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ഈ കപ്പൽ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. ഫോളോ ഓൺ ഫ്രീഗേറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ പ്രതിരോധ മന്ത്രാലയവും GSLഉം തമ്മിൽ 2019 ജനുവരി മാസത്തിൽ ഒപ്പുവെച്ചതായിരുന്നു. ആദ്യത്തെ കപ്പലായ ട്രീപുട്ട് ജൂലൈ 24 നീറ്റിലിറക്കിയത്. ട്രീപുട്ടിനും തവസ്യയ്ക്കും ഏകദേശം 125 മീറ്റർ നീളവും 4.5 മീറ്റർ ഡ്രാഫ്റ്റും ഏകദേശം 3600 ടൺ സ്പീഡ് പ്ലേസ്മെന്റുമുണ്ട്. പരമാവധി 28 നോട്ട് വേഗത കൈവരിക്കാൻ കഴിയുന്ന ഇവയിൽ സ്റ്റെൽത്ത് സവിശേഷതകൾ, നൂതന ആയുധങ്ങൾ, അതുപോലെ തന്നെ സെൻസറുകൾ, പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രിപുട്ട്, തപസ്യ എന്നിവയിൽ വലിയ അളവിൽ തദ്ദേശീയ ഉപകരണങ്ങൾ, ആയുധങ്ങൾ, അതുപോലെ തന്നെ സെൻസറുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നതും. ഇത് ഇന്ത്യൻ നിർമ്മാണ യൂണിറ്റുകളുടെ വലിയ തോതിലുള്ള പ്രതിരോധ ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ശ്രമം ആഭ്യന്തര കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ രാജ്യത്തിനുള്ളിൽ ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാഭാരതത്തിലെ ഇതിഹാസ യോദ്ധാവ് ഭീമന്റെ ഗതയിൽ നിന്നാണ് തവസ്യ എന്ന പേര് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇത് ഇന്ത്യൻ നാവികസേനയുടെ അജഞ്ചയമായ ചൈതന്യത്തെയും വളർന്നു വരുന്ന ശക്തിയെയും പ്രകീർത്തിപ്പെടുത്തുന്നുണ്ട്. പ്രതിരോധ സാമഗ്രി സഞ്ജയ് സോത്തിന്റെയും അതുപോലെ തന്നെ വെസ്റ്റേൺ നാവിക കമാൻഡ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് ജെ സിംഗിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ഇന്ത്യൻ നാവികസേന വിക്ഷേപണ ചടങ്ങ് നടത്തിയത്. ചടങ്ങിൽ സംസാരിച്ച മന്ത്രിയാകട്ടെ, ഇന്ത്യയുടെ നാവിക ചരിത്രത്തിലെ നിർണായക നിമിഷമാണിതെന്നും നമ്മുടെ സാങ്കേതിക കഴിവുകളും സ്വാശ്രയത്വത്തോടുള്ള അജഞ്ചയമായ പ്രതിബദ്ധതയും ഇത് പ്രകടമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിക്ഷേപണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്തു. ബ്രഹ്മോസ് മിസൈൽ സംവിധാനം, ടോർപിഡോ ലോഞ്ചുകൾ, അതുപോലെ സോണൽ സഹായ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക ഘടകങ്ങളുടെ വിജയകരമായ പ്രാദേശികവൽക്കരണം ഇന്ത്യയുടെ വളർന്നുവരുന്ന കപ്പൽ നിർമ്മാണ ശേഷിയുടെ തെളിവായി അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു. 2019 ജനുവരി 25 പ്രതിരോധ മന്ത്രാലയവും ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ചേർന്ന് 2 പ്രൊജക്ട് 1135.6 ഫോളോ ഓൺ ഫ്രീ ഗേറ്റുകളുടെ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. പദ്ധതിയുടെ ആദ്യ കപ്പലായ ട്രിബ്യൂട്ട് 2024 ജൂലൈ 23 നീറ്റിലിറക്കിയത്. 2 കപ്പലുകളും ഉപരിതല അതുപോലെ തന്നെ വ്യോമ പോരാട്ട പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുമാണ്. സ്റ്റെൽത്ത് സവിശേഷതകൾ, നൂതന ആയുധ സംവിധാനങ്ങൾ, അത്യാധുനിക പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനങ്ങൾ എന്നിവയും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഫ്രീ ഗേറ്റുകളുടെ ഉപകരണങ്ങൾ, ആയുധങ്ങൾ, സെൻസറുകൾ എന്നിവയുടെ ഒരു പ്രധാന ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നും ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്ന ആവാസ വ്യവസ്ഥയെ തന്നെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിനുള്ളിൽ തന്നെ തൊഴിലവസരങ്ങളും ശേഷിയും വർദ്ധിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നതായി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.